നമസ്തേ. ഒരിക്കൽ കൂടി ശിവഗിരി തീർത്ഥാടനം സമാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനോടടുത്ത കാലഘട്ടത്തിൽ ശിവഗിരി തീർത്ഥാടനത്തിന് വേദി ഒരുങ്ങിയത് എൻ്റെ പ്രാരംഭ ചിന്താ പദ്ധതി സഫലീകൃതമാകുന്നത് 1928 ജനുവരി ആദ്യമാണ് കോട്ടയം നാമ്പടത്ത് വെച്ച്. മറ്റ് തീർത്ഥാടനങ്ങളും ശിവഗിരി തീർത്ഥാടനവും ഒരുപോലെ ആവരുതെന്ന് ഗുരുവിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. തീർത്ഥാടനം ഭാരതത്തിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. എവിടെയെല്ലാം എത്രയെത്ര തീർത്ഥസ്ഥാനങ്ങളുണ്ടെന്ന് തന്നെ നമുക്ക് എണ്ണിത്തീർക്കാൻ പ്രയാസമാണ്. ഓരോരോ ഐതിഹ്യങ്ങൾ ഓരോ തീർത്ഥസ്ഥാനത്തെ സംബന്ധിച്ചുണ്ട്. പക്ഷെ തീർത്ഥങ്ങൾ തീർത്ഥീകരിക്കപ്പെടുന്നതാണ്. തീർത്ഥങ്ങൾ അങ്ങനെ പ്രപഞ്ച സൃഷ്ടി മുതലേ ഉണ്ടാകുന്ന ഇടങ്ങളാവണമെന്ന് നിർബന്ധമില്ല. മിക്കവാറും തീർത്ഥങ്ങൾ തീർത്ഥീകരിക്കപ്പെട്ടതാണ്. എങ്ങനെ തീർത്ഥീകരിക്കപ്പെടുന്നു? തീർത്ഥങ്ങളെ മഹാപുരുഷന്മാർ തീർത്ഥീകരിക്കുന്നു എന്നാണ് പറയുന്നത്. തീർത്ഥീകുർവന്തി തീർത്ഥാനി. തീർത്ഥങ്ങളെ തീർത്ഥീകരിക്കുന്നത് ഗുരുക്കന്മാരാണ്, മുനിമാരാണ്, മഹർഷിമാരാണ്. നമ്മളിന്ന് മഹാതീർത്ഥാടന കേന്ദ്രങ്ങളെന്നോ അല്ലെ തീർത്ഥസങ്കേതങ്ങളെന്നോ ഒക്കെ പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ കാണാം, ആ സ്ഥലത്തിൻ്റെ ചരിത്രത്തിൻ്റെ പിന്നിലൊരു മഹർഷിയുടെ തപസ് കാണാം, ഒരു മഹർഷിയുടെ നാമം കാണാം, മഹർഷിയുടെ ത്യാഗത്തിൻ്റെ പരിണിത ഫലമാവും ആ തീർത്ഥം. അങ്ങനെ കേരളത്തിൽ ആരാലും അറിയപ്പെടാതെ കിടന്ന പല സ്ഥലങ്ങളും ശ്രീനാരായണ മാമുനിയുടെ സാന്നിധ്യം കൊണ്ട് തീർത്ഥീകരിക്കപ്പെട്ടു. ഇന്ന് മരുത്വാമല വളരെ പ്രസിദ്ധമാണ്. എങ്ങനെയാണ് മരുത്വാമല പ്രസിദ്ധമാകുന്നത്? സഖ്യസാനുവിൻ്റെ താഴ്വാരത്ത് മരുത്വാമല പോലെ നിരവധി മലകളുള്ളതാണ്. മരുത്വാമലയേക്കാൾ വലിപ്പമുള്ളതും മറ്റു പല പ്രത്യേകതയുള്ളതുമൊക്കെ ആയിട്ടുള്ള പല ശിഖരങ്ങൾ സഹ്യസാനുവിനുണ്ട്. സഹ്യപർവ്വതത്തിൻ്റെ പല 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 നിരകളിലെ ഒരു പർവ്വതം മാത്രമാണല്ലേ, ഒരു പ്രദേശം മാത്രമാണ് മരുത്വാമല. വേറെ എത്രയെത്ര കൊടുമുടികൾ സഹ്യനിലുണ്ട്. പിന്നെ എന്തുകൊണ്ട് മരുത്വാമല മാത്രം പ്രസിദ്ധമായി? അതവിടെ മഹർഷിമാർ തപസ് ചെയ്തതുകൊണ്ടാണ്. പല മഹർഷിമാരവിടെ തപസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഏതായിരുന്നാലും ശ്രീനാരായണ മഹർഷിയുടെ നാമധേയം കൊണ്ടാണ് ഇന്ന് മരുത്വാമല അറിയപ്പെടുന്നത്. അരുവിപ്പുറം സഹ്യപർവ്വതം ഉണ്ടാകുന്ന കാലഘട്ടം മുതലേ ഉള്ളതാണ് ഈ അരുവിപ്പുറം, നെയ്യാറും അരുവിപ്പുറവുമൊക്കെ. പക്ഷേ ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കും അരുവിപ്പുറത്തെക്കുറിച്ച് ജ്ഞാതമാണ്, അറിവുണ്ട്. എങ്ങനെയാണ് അരുവിപ്പുറം തീർത്ഥ സ്ഥാനമായത്? ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദമാംസുക്കൾ ഏറ്റതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നെയ്യാറ് പലയിടത്തുകൂടെ ഒഴുകുന്നുണ്ടല്ലോ. ഇവിടെ മാത്രം നമ്മളിപ്പോൾ ഈ അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമല്ലല്ലോ നെയ്യാർ ഒഴുകുന്നത്. അതിനേക്കാൾ ചിലപ്പോൾ മനോഹാരിതയുള്ള ഭാഗങ്ങൾ നെയ്യാറിൻ്റെ പല ഭാഗത്തും കണ്ടേക്കാം. പക്ഷേ അരുവിപ്പുറം മാത്രം എന്തുകൊണ്ട് തീർത്ഥീകരിക്കപ്പെട്ടു? ഈ തീർത്ഥങ്കരൻ അവിടെ എത്തിയത് കൊണ്ട് മാത്രമാണ്. അരുവിപ്പുറത്തെ തൻ്റെ സാമൂഹിക നവോത്ഥാനത്തിൻ്റെ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ടാവേണ്ട ഉത്ഥാനം, അതാണ് നവോത്ഥാനം. പുതുതായി ഉണ്ടാകേണ്ട ഉത്ഥാനം. ആളുകൾ നവോത്ഥാനം എന്ന് കേൾക്കുമ്പോൾ മറ്റെന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? നവമായിട്ടുണ്ടാകുന്ന ഉത്ഥാനം, അത് ജ്ഞാനം കൊണ്ട് കിട്ടേണ്ടതാണ്. അതാണ് നവോത്ഥാനം.
ഓരോ സെക്കൻഡും നവമായിരിക്കുന്നു. ആത്മാവ് ഒരിക്കലും ആകില്ല എന്ന് രാമകൃഷ്ണ പരമഹംസർ പറയാറുണ്ടല്ലോ. അതെപ്പോഴും നവമായിട്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മതത്വത്തെ നമുക്ക് മലീമസമാക്കാൻ സാധ്യമല്ല. ആരാലും ഒന്നിനാലും അഴുക്ക് പിടിപ്പിക്കാൻ സാധ്യമല്ല. അതെപ്പോഴും നവനവമായിട്ടിരിക്കുകയാണ്. അങ്ങനെ പുതുതായിരിക്കുന്ന ആത്മതത്വത്തെ ഉണർത്തുന്നതാണ് നവോത്ഥാനം. അങ്ങനെ തൻ്റെ നവോത്ഥാന പ്രക്രിയയുടെ ഭാഗമായി മരുത്വാമലയിൽ നിന്ന് നേരിട്ട് ഗുരു ഇറങ്ങി വരുന്നത് അരുവിപ്പുറത്തേക്കാണ്. അപ്പം അരുവിപ്പുറത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധം നേരെയായപ്പോൾ ഗുരു ശിഷ്യന്മാരോട് ചിലരോടായിട്ട് പറയുന്നുണ്ട്, വർക്കലയിലുള്ളവർക്ക് വൈദ്യൻ്റെ ആവശ്യമുണ്ട്. പിന്നീട് ഏതാണ്ട് ഒരു 1904 ഗുരുവിനെ അരുവിപ്പുറത്ത് നിന്ന് കാണാതായി. പിന്നീട് കാണുന്നത് വർക്കലയിലെ ഇന്നത്തെ ശിവഗിരി കുന്നിൻ്റെ താഴ്വാരത്തുള്ള ഒരു മാവിൻ്റെ ചുവട്ടിലിരിക്കുന്നതായിട്ടാണ്. ഗുരു മാവിൻ്റെ ചുവട്ടിലിരിക്കുന്നത് അടുത്തുള്ള വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഗുരുവിന് അത്യാവശ്യം വേണ്ട ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെ അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഏതാനും ആളുകൾ ഗുരുവിൻ്റെ അടുത്ത് വന്നു, പരിചയപ്പെടുന്നവരെല്ലാം വീണ്ടും വീണ്ടും അവിടെയോട്ട് വരണമെന്ന് തോന്നലായി. അങ്ങനെ അവിടെ വന്നു ചേർന്നവരോട് ഗുരു കൈ ചൂണ്ടി കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, ആ കാണുന്ന കുന്ന് ആരുടെയുമല്ല. അന്ന് ആ കുന്നിൻ്റെ പേര് കൈതക്കോണം കുന്നെന്നായിരുന്നു. ആ കുന്ന് ആരുടെയും പേരിലായിട്ടില്ല. അപ്പം അതിൽ ചിലർ വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ ആ ഒരു കുന്ന് മാത്രം ആരുടെയും പേരിലല്ല. അങ്ങനെ ഗുരുവിനത് പതിച്ചു കിട്ടും. അങ്ങനെ വെറും മൊട്ടക്കുന്നായിട്ടുള്ള കൈതക്കോണം കുന്ന് ഇന്ന് തീർത്ഥത്തിൻ്റെ പരമകാഷ്ഠയിലെത്തി നിൽക്കുന്ന ദിവ്യസങ്കേതമാണ്. എന്തുകൊണ്ടാണ്? അവിടെ ഒരു തീർത്ഥങ്കരനെത്തി. തീർത്ഥീ കുർവന്തി തീർത്ഥാണി എന്ന ആ പദം, ആ ചൊല്ല് ഇവിടെ അന്വർത്ഥമാവുകയാണ്. ഗുരുവിൻ്റെ ആ ഒരു ദിവ്യ സാന്നിധ്യം കൊണ്ട് ശിവഗിരിയും മരുത്വാമലയും അരുവിപ്പുറവും കൂർക്കഞ്ചേരിയും ആലുവാദ്വൈതാശ്രമവും കുദ്രോളി ഗോകർണനാഥ ക്ഷേത്രവും കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം, കണ്ണൂർ സുന്ദരേശ്വരം, തലശ്ശേരി ജഗന്നാഥം, അഞ്ചുതെങ്ങ് ജ്ഞാനേശ്വരം തുടങ്ങി എത്രയെത്ര സ്ഥലങ്ങളാണ് ഈ മഹാപുരുഷൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് തീർത്ഥമായിട്ട് തീർന്നത്. എന്നാലും മറ്റുള്ള ആളുകളെപ്പോലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസൽമാന്മാർക്കുമൊക്കെ തീർത്ഥ കേന്ദ്രങ്ങളുണ്ട്. ഇവിടുത്തെ പാവങ്ങൾക്ക് അവിടെയൊന്നും വേണ്ടതുപോലെ പ്രവേശനമില്ലാതെ വരുന്നു. അതുകൊണ്ട് ഗുരു ഞങ്ങൾക്കൊരു തീർത്ഥ സങ്കേതവും ഒരു തീർത്ഥത്തിലുള്ള തീർത്ഥാടനവും വേണമെന്ന് പറഞ്ഞപ്പോൾ ഗുരു കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയതാണ് ശിവഗിരി തീർത്ഥാടനം. വെറുതെ 3-4 ദിവസം ശിവഗിരിയിൽ വന്ന് ഉണ്ടും ഉറങ്ങിയും ഭക്ഷണം കഴിച്ചും കാര്യമായി ഒന്നും നേടാതെ തിരിച്ചു പോകരുതെന്ന് ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ട് ഗുരുവിൻ്റെ വരപ്രസാദമായിട്ട് തീരുവാൻ അഷ്ടവിഷയങ്ങളിലെ പ്രഗത്ഭരായവരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കണമെന്ന് പറഞ്ഞു. 8 വിഷയങ്ങളും പറഞ്ഞു. അതിൽ പ്രചോദനം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള നല്ല സുന്ദരമായി ഓരോരോ വിഷയങ്ങളും അവതരിപ്പിക്കാനുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് വരണമെന്നായിരുന്നു ഗുരുവിൻ്റെ അഭിപ്രായം. അല്ലാതെ രാഷ്ട്രീയക്കാരെ എല്ലാം കൊണ്ടുവന്ന് കാശിന് കൊള്ളുകയില്ലാത്തവരും യാതൊരു തരത്തിലുള്ള സത്യസന്ധതയും ഇല്ലാത്തവരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നിരങ്ങാനുള്ള വേദിയായി ശിവഗിരി തീർത്ഥാടനത്തെ മാറ്റരുതെന്ന് ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗുരു അന്ന് പറഞ്ഞത് തീർത്ഥാടനത്തെ മലീമസമാക്കരുത്. ഇത് ആർഭാടവും ബഹളവും വെച്ച് ഈ തീർത്ഥാടനത്തെ മലീമസമാക്കരുതെന്ന് 1928 പറഞ്ഞ കാര്യങ്ങൾ ഗുരു എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് ഈ സംവിധാനത്തെ കരുപിടിപ്പിച്ചതെന്ന് കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് 8 വിഷയങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞത് മനുഷ്യൻ്റെ ആന്തരിക വിശുദ്ധീകരണത്തിനുള്ള മാർഗങ്ങളും പിന്നീടുള്ള 5 സംഘടനാ, കൃഷി, കച്ചവടം തുടങ്ങിയ 5 ബാഹ്യ പ്രചോദിതങ്ങളായിട്ടുള്ള കാര്യം. ആദ്യത്തെ 3 അന്തരംഗമാണ്: വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി. പിന്നീട് വരുന്ന സംഘടനാ, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇത് ബാഹ്യമായ പുറമേയുള്ള വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയുള്ളതാണ്.
പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം കൊടുത്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആന്തരിക വിശുദ്ധീകരണത്തിനുള്ള കാര്യമാണെന്ന് ഗുരുവിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ 3 വിഷയങ്ങളായിട്ട് അന്തരംഗമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളും, പിന്നീട് അതുകൊണ്ട് മാത്രം മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല, അപ്പം കൊണ്ട് മാത്രം മനുഷ്യന് ജീവിക്കാൻ പറ്റില്ലല്ലോ, ഭക്ഷണം കൊണ്ട് മാത്രം, ആത്മവിചാരം കൊണ്ട് മാത്രം. അതുകൊണ്ട് ലൗകികമായ വളർച്ചയും വേണം. അതിന് 5 എണ്ണം വേറെ കൊടുത്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ആന്തരികമായ വളർച്ചയാണ്. ശ്രീനാരായണ ഗുരുദേവൻ അതിൻ്റെ പ്രതിനിധിയായിരുന്നു, അതിൻ്റെ എംബോഡിമെൻ്റായിരുന്നു. അതുകൊണ്ട് ഗുരു എല്ലാവരിലും ഈ ആത്മബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രഥമപ്രധാനവും ഏറ്റവും ആവശ്യം ഭാവിയുമായിട്ടുള്ള കാര്യം വേണമെന്ന് നിഷ്കർഷിച്ചു. അതനുസരിച്ച് ഗുരു കാര്യങ്ങൾ സംവിധാനം ചെയ്ത് തീർത്ഥാടനമുണ്ടാക്കി. ആ തീർത്ഥാടനം ഗുരു പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധയോടുകൂടി പോവുകയും അവിടെ ആ തീർത്ഥങ്കരൻ്റെ ദിവ്യസന്നിധിയിൽ ചെന്ന് നമ്മളുടെ ആന്തരിക വിശുദ്ധീകരണം സമ്പാദിച്ചെടുക്കുവാനുള്ള കാര്യങ്ങളാണ് തീർച്ചയായിട്ടും വേണ്ടത്. ഗുരു അന്നേ ഓർമ്മിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഒരു കാരണവശാലും ഇത് അനാവശ്യമായിട്ടുള്ള തരത്തിൽ ഇതിന് ഒരു ചെലവുണ്ടാവരുത്. മിതമായേ ചെലവ് ചെയ്യാവൂ. ആഡംബരത്തിന് വേണ്ടി പണം ചെലവഴിക്കരുത്. ആവശ്യത്തിനാകാം. അനാവശ്യമായ ധനവ്യയം ഒരു മംഗളകർമ്മത്തിനും ഉണ്ടാക്കരുത് എന്നൊക്കെ ഗുരു ചോദിച്ചു. ഗുരു വളരെ ശ്രദ്ധാപൂർവം പറഞ്ഞു, ഈ തീർത്ഥാടനത്തെ ഒരിക്കലും മലീമസമാക്കാതിരിക്കണം. യാത്ര ആർഭാടരഹിതമായിരിക്കണം, വിനീതമായിരിക്കണം. തീർത്ഥയാത്രയുടെ പേരിൽ ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കി ഈ പ്രസ്ഥാനത്തെ മലീമസപ്പെടുത്തരുത്. ഗുരു പറഞ്ഞ് എന്നിട്ട് എന്താ അവസാനം പറഞ്ഞു, ഈ രീതിയൊക്കെ മാറണം. ഈ അനാവശ്യവുമായിട്ടുള്ള ധൂർത്തും മറ്റു കാര്യങ്ങളുമൊക്കെ മാറ്റുകയും വേണം. അതിനുള്ള പ്രചോദനം നമുക്ക് ഇത്തരം തീർത്ഥാടനങ്ങളിൽ നിന്ന് കിട്ടുവാൻ ഗുരുവിനോട് പ്രാർത്ഥിക്കാം. നന്ദി.